അത് ഒസ്താത്യോസ് ബാബയുടെ റൈറ്റിംഗ്സിനെ കുറിച്ച് ശിവപിടിയിൽ പാസ്റ്റർ വായിക്കുന്നത് നല്ലതാണ്. വക്കീൽ ആദ്യ ചിങ്ങനത്തിരിക്കുന്ന ആ ചുവന്ന കുപ്പായിട്ട് അങ്ങനെ അഹങ്കാരം കയറുന്നില്ല താങ്കൾ പറഞ്ഞു. അയാളെ പോയി തിയോളജി പഠിപ്പിക്കും. മെത്താച്ചൻ തിയോളജി തെറ്റിക്കുന്ന അക്ഷന്തവ്യമായ അപരാധമാണ്. ഇത് പറഞ്ഞല്ലോ വക്കീലെ, തന്റെ മെത്താൻ പറഞ്ഞല്ലോ സന്ദീപ് വക്കീലെ. താങ്കൾ ആദ്യം തന്നെ മെത്താനെ വിളിച്ചിട്ട് ഉപദേശം പഠിപ്പിക്കണോ? എന്നെ ഉപദേശം പഠിപ്പിക്കാൻ വരണ്ട. എനിക്ക് ട്യൂഷൻ എടുക്കാൻ വന്നിരിക്കുന്നു സന്ദീപ് വക്കീൽ. ഈ സേവറിസ് മെത്രാച്ചന്റെ കൂടെ നിൽക്കുന്ന എല്ലാവരും ഞാൻ ചോദിക്കും, നിങ്ങൾക്ക് ഉത്തരവുണ്ടോ? സത്യ സുറിയാനി സഭയുടെ വിശ്വാസ പാരമ്പര്യത്തെ, ദൈവശാസ്ത്രത്തെ പരസ്യമായി വലിച്ചു കീറി അതിനെ നിന്നിച്ച് പുച്ഛിച്ച് ചരിത്രത്തിന്റെയും പിതാക്കന്മാരുടെ പൈതൃകത്തിന്റെയും മുഖത്ത് കാർക്കിച്ചു തുപ്പി സേവറിസ് തിരുമേനി ഇല്ലെന്ന് വക്കീൽ പറയോ? ജില്ലാ കോടതിയിൽ നിന്ന് വിധി മേടിച്ചാലൊന്നും ദൈവകൃപ നിൽക്കത്തില്ല വക്കീൽ. വക്കീൽ എന്തോ പറയുന്നത്? വക്കീൽ എന്തോ ചിന്തിച്ചേ? ഞാൻ പാത്രിക് സ്വാമിക്ക് എഴുതുന്നുണ്ട്, തിയോളജിക്കൽ റീസൺസ് ആർ ദെയർ ടു ഡീഫ്രോക്ക് ദിസ് മെത്രാൻ. നോമ്പിൽ ഇത് പറ്റിയായിരുന്നോ? നോമ്പിലാണ് മുറിവുകൾ ഞെക്കി കഴിയേണ്ടെന്ന യെശയ്യാപ്രവാചകൻ പറഞ്ഞേ. നോമ്പെന്ന് പറഞ്ഞാൽ മേന്ന് വെക്കുന്നല്ല, തെറ്റുകൾ തിരുത്താനാണ് നോമ്പ്, പുതുക്കത്തിനാണ് നോമ്പ്. വക്കീൽ ആദ്യം നോമ്പ് മനസ്സിലാക്കണം. നോമ്പിന്റെ യഥാർത്ഥ പ്രോസസ് ഇവിടെ നടക്കുന്നത്. ദിസ് ഈസ് റൈറ്റ് നോമ്പ്. ധൂപം വീശിക്കൊണ്ടാണ് വിശ്വാസ പ്രമാണം ചൊല്ലുന്നത് എന്ന് പറഞ്ഞാൽ ഈ വിശ്വാസ പ്രമാണം വിശ്വസിക്കാത്തവൻ, ഹൃദയപൂർവ്വം വിശ്വസിക്കാത്തവൻ ഇറങ്ങിപ്പോന്ന എന്ന് പറഞ്ഞാൽ യാക്കോബായ സഭയുടെ, സുറിയാനി സഭയുടെ ധൂപക്കുറ്റിയിൽ ചിരട്ടക്കരി ഇട്ടിട്ട് കുന്തിരിക്കമിട്ടിട്ട് അത് പുകയാൻ തുടങ്ങുമ്പോൾ ആ ധൂപക്കുറ്റിയിൽ നിന്ന് ഉയരുന്ന ധൂപം സേവറിയസ് മെത്രാച്ചനോട് മൗനമായി പറയുന്നു, ഗെറ്റ് ഔട്ട്. ഇത് ഏറ്റുപറയാൻ തഞ്ചാടമില്ലാത്ത കനാനായക്കാരെ, ഷെയിം ഓൺ യു. കനാനായ സഭയുടെ അധ്യക്ഷൻ പരിശുദ്ധ പാത്രിക് സ്വാവയാണ്, അല്ല സേവറിയസ് അല്ല. ആ അധ്യക്ഷന്റെ വാക്കുകളാണ് നിങ്ങൾ കേൾക്കേണ്ടത്. നിങ്ങളുടെ സഭയുടെ അധ്യക്ഷൻ പാത്രിക് സ്വാവയാണ്. എന്നാണ് നിങ്ങൾക്ക് ലോക്കൽ മെത്രാൻ ഉണ്ടായത്? ഇടവഴിക്ക് മെത്രാച്ചൻ വന്നു, പിന്നെ ക്ലീമിസ് മെത്രാച്ചൻ വന്നു, പിന്നെ ഈ മെത്രാച്ചൻ വന്നു. അത്രയേ ഉള്ളൂ. അതിന് മുമ്പ് നിങ്ങളില്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നവീന സഭയാകും, പുരാതന സഭയാവില്ല. പൈതൃകമായി പാരമ്പര്യമായി നിങ്ങൾക്ക് എന്നാ ഭരണഘടനയുണ്ട്? ഭരണഘടനയ്ക്ക് നിങ്ങൾ പാത്രിക്കീസിന്റെ ചൊല്ലുമണി കേട്ടല്ലേ നടന്നത്? ആ പാത്രിക്കീസാണ് നിങ്ങളുടെ അധ്യക്ഷൻ, അല്ലാതെ ഈ സേവറിയസ് അല്ല. ഏറെപ്പാ കോതമംഗലം എതുവഴി പരിചിതം എതുവഴി പോകും ആർക്കറിയാം എന്ന് പറഞ്ഞ് ഡിസിപ്ലിൻ ഇല്ലാതെ, ഡോക്ടറിൻ ഇല്ലാതെ, തിയോളജിക്കൽ കൺവിക്ഷൻ ഇല്ലാതെ നടക്കുന്ന ഈ സേവറിയസ് മെത്രാച്ചനെതിരായിട്ടാണ് മലങ്കരയിൽ ഉയരുന്ന ഓരോ ധൂപവും ഉയരുന്നത്. എന്നിട്ട് എനിക്ക് തിയോളജിക്ക് ട്യൂഷൻ എടുക്കാൻ വക്കീല് സന്ദീപ് കൊള്ളാം. Roman Catholic Church faith is based entirely on the Greek theology, whereas Syrian Orthodox Church theology is based on the Jewish theology as well as Greek philosophy. അത് ഒസ്താത്യോസ് ബാബയുടെ റൈറ്റിംഗ്സിനെ കുറിച്ച് ശിവപിടിയിൽ പാസ്റ്റർ വായിക്കുന്നത് നല്ലതാണ്. ഞാൻ ആവശ്യത്തിന് വായിച്ചിട്ടുണ്ട് സഹോദര. ഇത് കുറെ നേരമല്ല നിങ്ങൾ വായിക്കണം. നിങ്ങൾ ആ സേവറിയസ് മെത്രാച്ചനോട് ഇതൊക്കെ ഒന്ന് വായിക്കാൻ പറ. ചിങ്ങവനത്തെ നിങ്ങൾ തിയോളജിയെ പറ്റിയൊക്കെ പറയാൻ സന്ദീപ് വക്കീലിന് എന്താണ് അർഹതയുള്ളത്? എന്താണ് യോഗ്യതയുള്ളത്? എന്ത് മാന്യതയാണ് താങ്കൾക്കുള്ളത്? താങ്കൾ ഇപ്പോൾ കൊട പിടിച്ചുകൊണ്ട് നടക്കുന്ന മെത്രാച്ചൻ പറഞ്ഞു തന്നതാ പരിശുദ്ധ റൂഹ വരുന്ന ഇതുവഴിയാണെന്ന് ആർക്കറിയാം? വീഡിയോ വേണേ ഞാൻ കാണിക്കാം, എന്റെ ഇരിപ്പുണ്ട്. ഇത് ഞാനിത് മാസങ്ങളായിട്ട് വളരെ നാളുകളായിട്ട് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കാരണം മറ്റു പല ബന്ധങ്ങളുള്ളതുകൊണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ഇതിനെപ്പറ്റി നിങ്ങൾ ദുഃഖിക്കും. സേവറിയസ് മെത്രാച്ചൻ പറഞ്ഞൊരു മെത്രാൻ, അദ്ദേഹത്തിനെ ഡീഫ്രോക്ക് ചെയ്യാനുള്ള എല്ലാ കാര്യവും തിയോളജിക്കൽ റീസൺസ് ഉണ്ട്. അദ്ദേഹം പറഞ്ഞത് പരിശുദ്ധ റൂഹ എവിടുന്ന് വരുന്നു എന്ന് ആർക്കറിയാം? അതിപ്പോ പിതാവിൽ നിന്നാണോ, പുത്രനിൽ നിന്നാണോ, തിരുവനന്തപുരത്ത് നിന്ന് കാട്ടാക്കട വഴിയാണോ, കൊട്ടാരക്കര വഴിയാണോ? ഇതൊക്കെ ആർക്കറിയാം? അവിടെ ഒരു വല്ലാത്ത വഷളം ചിരിച്ച് ദൈവശാസ്ത്രത്തെയും പരിശുദ്ധ സുറിയാനി സഭയുടെ പിതാക്കന്മാരെയും മുഴുവൻ അവഹേളിക്കുന്ന, ആക്ഷേപിക്കുന്ന, നിന്ദിക്കുന്ന പ്രസ്താവനയാണ് ഈ സേവറിയസ് ചെയ്തിട്ടുള്ളത്. താങ്കൾ അദ്ദേഹത്തിനാണ് കൊടപിടിക്കുന്നത്. എന്നിട്ട് ഇവിടെ ഒസ്താത്യോസിനെ ഉദ്ധരിച്ചുകൊണ്ട് ശിവപിടിയൊക്കെ തിയോളജി പഠിപ്പിക്കാൻ താങ്കൾ തുനിയണ്ട. അത് ഒരു അവിവേകമല്ലേ വക്കീലെ? ഞാൻ അത്യാവശ്യത്തിന് തിയോളജി പഠിച്ചിട്ടുണ്ട്, അത് പരസ്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അതിന് ഡിബേറ്റ് ഉണ്ടെങ്കിൽ ആളുകളെ പബ്ലിക്കലി ചാലഞ്ച് ചെയ്തിട്ടുണ്ട്. പബ്ലിക്കലി അല്ല, ഇവിടെ തിരക്കാൻ മതി. എന്റെ ഭീഷണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരി ഊച്ചാളി രാഷ്ട്രീയക്കാരുടെ ഭീഷണി പോലെയല്ലെന്ന് മോഹൻലാൽ പറയുന്നുണ്ട് ദേവാസുരത്തിനകത്ത്. അതുപോലെ താങ്കൾ ഇവിടെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. തിയോളജി പഠിച്ചോണം. എനിക്ക് പുസ്തകത്തിന് റെഫറൻസ് തരാൻ വേണ്ടി വന്നിരിക്കുക വക്കീൽ ഒരു കാര്യം മനസ്സിലാക്കണം. വക്കീൽ ഈ ഫീസ് മേടിച്ച് കോടതി പോയി പറയുന്ന പോലെ അല്ല, ഇത് കളം വേറെയാണ്. വക്കീലിന്റെ തിയോളജി പറഞ്ഞ് വക്കീലിന്റെ മെത്രാൻ എന്താ പറയുന്നത്? താങ്കൾ ഒസ്താത്യോസ് ഗ്രൂപ്പിലാണെങ്കിൽ ഒസ്താത്യോസിന്റെ തിയോളജി പോലെ പ്യുവറായിട്ട് ഡീപ് തിയോളജി ഹോൾഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ യു ടീച്ച് യുവർ മെത്രാൻ ഫസ്റ്റ്, യു കൗൺസിൽ ഹിം, നോട്ട് മീ. എന്നെ അല്ല ഉപദേശിക്കണ്ടേ? ഞാനിവിടെ കൃത്യമായിട്ട് തിയോളജി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ മെത്രാനോട് പറ, അദ്ദേഹത്തിന് വിവരമില്ല. അദ്ദേഹം ചോദിക്കാണ് ഈ പരിശുദ്ധ റൂഹ ഏത് വഴിയാ വരുന്നേ? എന്തിനാ? കത്തോലിക്കരോട് കിട്ടുന്ന പുതിയ ബാന്ധവത്തിൽ രസം കണ്ടെത്തിയ അദ്ദേഹം കത്തോലിക്ക കനാനായക്കാരുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഒരു വിടന്റെ ലക്ഷണം വളരെ മോശം. സൈരന്ധ്രിയെ കണ്ട അവന്റെ ഒരു ഭാവഹാദികളുടെ മാറ്റത്തെക്കുറിച്ച് മഹാഭാരതത്തിനകത്ത് പറയുന്നുണ്ട്.
അതുപോലെ ഒരു വിടലക്ഷണം കത്തോലിക്കനെ കണ്ടപ്പോൾ കുറച്ച് കത്തോലിക്കൻ ഇങ്ങനെ ഇരിക്കുന്ന കഴിഞ്ഞപ്പോഴേക്കും സ്വന്തം പിതാക്കന്മാരെ ആ പിതാക്കന്മാർ ജീവൻ കൊടുത്ത് പരിരക്ഷിക്കുകയും തലമുറകൾക്ക് കൈമാറുകയും ചെയ്ത സത്യവിശ്വാസത്തെ, ആ വിശ്വാസ പ്രമാണത്തെ നിഷ്കരുണം തള്ളിക്കളഞ്ഞുകൊണ്ട് ഈ കത്തോലിക്കന്റെ സ്വീകരണം കണ്ട് മതിമറന്ന് സേവറിയസ് പറയാണ്, ചില പൊട്ടന്മാരൊക്കെ പറയുന്നുണ്ട് പരിശുദ്ധാത്മാവ് പിതാവിൽ നിന്നാണ് പുറപ്പെടുന്നത്. ആര് കണ്ടു? ആർക്കറിയാം? ഇത് പറഞ്ഞല്ലേടോ വക്കീലെ, തന്റെ മെത്രാൻ പറഞ്ഞല്ലേടോ സന്ദീപ് വക്കീലെ? അങ്ങനെ പറയുന്ന ഒരു നീചനും മതമനും ആയ ഒരു വ്യക്തിയുടെ കീഴിൽ നിന്നുകൊണ്ട് ശിവപീഡിയക്കലിനെ പോലെയുള്ള ഒരാളോട് സംസാരിക്കാൻ താങ്കൾക്ക് എങ്ങനെ ധൈര്യം വന്നോ? താങ്കൾ ആദ്യം തന്നെ മെത്രാനെ വിളിച്ചിട്ട് ഉപദേശം പഠിപ്പിക്കണോ? എന്നെ ഉപദേശം പഠിപ്പിക്കാൻ വരണ്ട. എനിക്ക് ട്യൂഷൻ എടുക്കാൻ വന്നിരിക്കുന്നു സന്ദീപ് വക്കീല്. ഞാൻ പഠിക്കുന്നത് നന്നായിരിക്കുന്നോ? ഞാൻ നല്ല പഠിച്ചിട്ടാ പറയുന്നേ, മനസ്സിലായോ? 5ാം ക്ലാസ് മുതൽ 5 ഡോക്ടറേറ്റ് ഉള്ളവനെ വരെ പബ്ലിക്കിൽ ചലഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാം ചത്തോലെ മൂടി പൊതിച്ച് കിടക്കുക. നാളെ വേണ്ടത്ര മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു വക്കീലിന്. വക്കീൽ ആദ്യം ആ ചിങ്ങവനത്തിരിക്കുന്ന ആ ചുവന്ന കുപ്പായിട്ട് അന്നേരം അഹങ്കാരം കയറുന്നല്ലേ താങ്കൾ പറഞ്ഞേ, അയാളെ പോയി തിയോളജി പഠിപ്പിക്കും. മെത്രാച്ചൻ തിയോളജി തെറ്റിക്കുന്ന അക്ഷന്തവ്യമായ അപരാധമാണ്. അച്ഛൻ തെറ്റിച്ച കുഴപ്പമില്ല, കാരണം മെത്രാനാണ് ഉപദേശത്തിന്റെ കാര്യസ്ഥനാണ് മെത്രാൻ, അല്ലാതെ പെണ്ണ് കെട്ടാൻ ഏജന്റിനെ വെച്ച് കല്യാണം പിടിക്കുന്നതല്ല. ഇന്ന് മലങ്കരയിലെ മെത്രാന്മാര് ഏജന്റുമാരെ വെച്ച് കല്യാണം, എവിടെയെങ്കിലും നല്ല വീട്ടിൽ കല്യാണം ഉറച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോഗ്രാഫർമാർ വരുന്നു, ഇവന്റ് മാനേജ്മെന്റുകാരെ ഈ പള്ളക്കിടിച്ചിട്ട് മെത്രാന്റെ ഏജന്റ് കെട്ടിക്കാൻ ഞങ്ങളുടെ തിരുമേനിയെ വിളിക്കണമെന്ന് നല്ല ഈണത്തിൽ ചൊല്ലുന്നു. ഇത്ര ദയനീയമായ സ്ഥിതിയാണ് മലങ്കരയിൽ. മെത്രാന്മാരെന്ന് പറഞ്ഞാൽ ഉപദേശം പഠിപ്പിക്കുക എന്നുള്ളതാണ് മെത്രാന്റെ ചുമതല, വേറെ ഒന്നുമില്ല. പട്ടം കൊടുക്കുക, പള്ളി കൂതാശ ചെയ്യുക, ഉപദേശം പഠിപ്പിക്കുക, 3 കാര്യമുള്ളൂ മെത്രാന്. പെണ്ണ് കെട്ടിക്കുന്നത് ചാവാടക്കുന്നതൊക്കെ കശീശന്മാർ ചെയ്തോളൂ, മനസ്സിലായോ? സന്ദീപ് വക്കീൽ കുട പിടിച്ച് വെളുപ്പിക്കാൻ നോക്കുന്ന സേവേറിയസ് മെത്രാച്ചൻ പരസ്യമായി സുറിയാനി സഭയുടെ വിശ്വാസത്തെ തള്ളിപ്പറഞ്ഞു. സേവേറിയസ് മെത്രാച്ചൻ കത്തോലിക്കയുടെ പ്രീതി വിട്ടുവെന്നോർത്ത് തന്റെ മുമ്പിൽ ഇരിക്കുന്ന ചില കത്തോലിക്ക പെണ്ണുങ്ങൾ ഇളിച്ചു കാണിക്കുന്നുണ്ടപ്പം അവർക്ക് ഏതപ്പാ കോതമംഗല, അവർക്കറിയത്തില്ല പരിശുദ്ധരുടെ കാര്യം ഇങ്ങനെ ഒരു വിഷയം ഉണ്ടെന്ന്. എന്നിട്ട് ഈ കത്തോലിക്ക ഓഡിയൻസിന്റെ മുമ്പിൽ നിന്ന് ഇങ്ങനെ മെഴുകുക, ഇങ്ങനെ പറയാണ് അത് പരിശുദ്ധ റൂഹ. എടാ മെത്രാച്ച, താനൊരു കാര്യം മനസ്സിലാക്കണം, വിശ്വാസ പ്രമാണത്തിൽ പിതാവിൽ നിന്ന് പുറപ്പെട്ട പിതാവിനോടും പുത്രനോടും കൂടെ എന്ന് ഏറ്റുചൊല്ലുന്ന വിശ്വാസ പ്രമാണമുണ്ട് സുറിയാനി സഭയ്ക്ക്. ആ വിശ്വാസ പ്രമാണത്തോട് താങ്കൾക്ക് എന്തെങ്കിലും പ്രതിബദ്ധത ഉണ്ടോ? എന്തെങ്കിലും വിശ്വസ്തയുണ്ടോ? എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ആ വൃത്തിയോട് വിളിച്ചു പറയുമോ? മെത്രാൻ ഒരു കപ്പ്യാരായ കുഴപ്പമില്ല, ചെമ്മാശനായ കുഴപ്പമില്ല, പള്ളിയിലെ ശുശ്രൂഷക്കാരനായ കുഴപ്പമില്ല, കുഴിവിട്ടുകാരനായ കുഴപ്പമില്ല, അച്ഛനായ പോലും കുഴപ്പമില്ല. പക്ഷെ മെത്രാൻ ഒരിക്കലും ഉപദേശം തെറ്റിക്കാൻ പാടില്ല. മെത്രാച്ചനാണ് ഈസ് ദ പ്രൊട്ടക്ടർ ഓഫ് ദ ഡോക്ട്രിൻ. വക്കീലിന് മനസ്സിലായോ? ഇത് വേഷം കെട്ടി നടക്കുന്ന പരിപാടിയല്ല. ഞാൻ പാത്രിക് സ്വാമിക്ക് എഴുതുന്നുണ്ട്, തിയോളജിക്കൽ റീസൺസ് ആർ ദയർ ടു ഡീഫ്രോക്ക് ദിസ് മെത്രാൻ. എന്തെങ്കിലും എതിര് പറയാനുണ്ടോ ഏതെങ്കിലും ജ്ഞാനായക്കാർക്ക്? സേവേറിയസ് തിരുമേനിക്ക് കൊട പിടിക്കുന്ന ടിനോ മണിമലത്ത് എന്ന് പറഞ്ഞ എന്റെ ബഹുമാന്യ സുഹൃത്ത് എനിക്ക് മെസ്സേജ് അയച്ചു, താങ്കൾ വൃത്തിയോടെ കാണിച്ചത്. ടിനോ മണിമലത്ത് അടക്കമുള്ള, അയാൾക്ക് വലിയ പ്രസക്തി ഒന്നുമില്ല, എനിക്ക് മെസ്സേജ് അയച്ചുകൊണ്ട് പേര് പറയുന്നത്. ഈ സേവേറിയസ് മെത്രാച്ചന്റെ കൂടെ നിൽക്കുന്ന എല്ലാവരോടും ഞാൻ ചോദിക്കും, നിങ്ങൾക്ക് ഉത്തരവുണ്ടോ? സത്യ സുറിയാനി സഭയുടെ വിശ്വാസ പാരമ്പര്യത്തെ, ദൈവശാസ്ത്രത്തെ പരസ്യമായി വലിച്ചു കീറി അതിനെ നിന്ദിച്ച് പുച്ഛിച്ച് ചരിത്രത്തിന്റെയും പിതാക്കന്മാരുടെ പൈതൃകത്തിന്റെയും മുഖത്ത് കാർക്കിച്ചു തുപ്പി സേവേറിയസ് തിരുമേനി. ഇല്ലെന്ന് വക്കീലിന് പറയോ? ജില്ലാ കോടതിയിൽ നിന്ന് വിധി മേടിച്ചാലൊന്നും ദൈവകൃപ നിൽക്കത്തില്ല വക്കീൽ എന്തായി പറയുന്നത്? വക്കീൽ എന്തോ ചിന്തിച്ചേ? എന്നിട്ട് എനിക്ക് തിയോളജിക്ക് ട്യൂഷൻ എടുക്കാൻ വക്കീല് സന്ദീപ് കൊള്ളാം, ഞാൻ ട്യൂഷൻ ഇരുന്ന് തരാം. ജ്ഞാനക്കാർ വാ എന്നെ തിയോളജി പഠിപ്പിക്കാൻ, ഞാൻ പഠിക്കാം. നോമ്പിൽ ഇത് പറ്റിയായിരുന്നോ? നോമ്പിലാണ് മുറിവുകൾ ഞെക്കി കഴിയേണ്ടെന്ന യെശയ്യാ പ്രവാചകൻ പറഞ്ഞേ. നോമ്പെന്ന് പറഞ്ഞാൽ മേന്ന് വെക്കുന്നതല്ല, തെറ്റുകൾ തിരുത്താനാണ് നോമ്പ്, പുതുക്കത്തിനാണ് നോമ്പ്. വക്കീൽ ആദ്യം നോമ്പ് മനസ്സിലാക്കണം. നോമ്പിന്റെ യഥാർത്ഥ പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. ദിസ് ഈസ് റൈറ്റ് നോമ്പ്. നോമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാമ്പ് പടം പൊഴിക്കുന്ന പോലെയാണ്. പാമ്പ് ഒരു വർഷം പട്ടിണി കിടക്കും, നോമ്പെടുക്കുമ്പോൾ അതിന്റെ ശരീരം വരിക, അന്നേരം പടം പൊഴിച്ച് പുതുക്കം പ്രാപിക്കാനാണ് നോമ്പ്. ഈ പടം എന്ന് പറഞ്ഞാൽ പഴയ ക്ഷീണമുള്ളതും പോരായ്മയുള്ളതും കുറവുള്ളതുമായ പടം എല്ലാം ഉരിഞ്ഞു പോകണം. സേവേറിയസ് മെത്രാച്ചൻ പരസ്യമായിട്ട് മാപ്പ് പറയണം. മാപ്പ് പറയാതെ അദ്ദേഹം സുറിയാനി സഭ നിൽക്കാൻ പറ്റത്തില്ല. കാരണം സുറിയാനി സഭയുടെ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന നൂറ്റാണ്ടുകളായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിശ്വാസ പ്രമാണത്തെ അദ്ദേഹം ആക്ഷേപിച്ചു. അദ്ദേഹം പറഞ്ഞു പരിശുദ്ധാത്മാവ് എതിലെയാ വരുന്നെന്ന് ആർക്കറിയാം? താൻ ഏത് മെത്രാനാടോ? താൻ എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? ഇവിടെ വിശ്വാസ പ്രമാണത്തെ എഴുതി വെച്ചിട്ടില്ലേ ഫിലിയോക്കോ? എന്നിട്ട് എന്ത് വേണ്ടി ഈ കത്തോലിക്കരെ പ്രസാദിപ്പിക്കാൻ വേണ്ടി സേവേറിയസ് അവിടെ നിന്നിട്ട് ആർക്കറിയാം പരിശുദ്ധാത്മാവ് എതിലെയാ വരുന്നത്? എന്നിട്ട് മാർപ്പാപ്പ പറഞ്ഞു, സേവേറിയസിന്റെ കാറ്റ് പോയി. മാർപ്പാപ്പ പറഞ്ഞു പിതാവിൽ നിന്നാണ് വരുന്നത് എന്നുള്ളതാണ് ശരി, അതാണ് പൂർവിക വിശ്വാസം, അതാണ് നിക്കായിൽ ഒറിജിനലി പറഞ്ഞത്. എന്നിട്ട് നിക്കായി കെട്ടി ഉയർത്തിയ പ്ലാസ്റ്റിക് പടുതായുടെ കീഴെ പ്ലൈവുഡ് പ്ലാറ്റ്ഫോമിൽ കയറിയെന്ന് മാർപ്പാപ്പ പറഞ്ഞു പരിശുദ്ധ റൂഹ പിതാവിൽ നിന്നാണ്. സേവേറിയസ് മെത്രാച്ചൻ അടക്കമായല്ലോ, സന്ദീപ് വക്കീലിനും അടക്കമായല്ലോ. അപ്പൊ സത്യവിശ്വാസത്തെ വ്യഭിചരിച്ചും ചരിത്രത്തെ മറച്ചും പിതാക്കന്മാരെ അവഹേളിച്ചും ധാർമ്മികതയ്ക്ക് നേരെ നെറുകേട് കാണിച്ചും താൽക്കാലിക നേട്ടങ്ങൾക്ക് വേണ്ടി ഇത്തരം വാക്കുവ്യത്യാസം കാണിക്കുന്ന ഒരാളാണോ മെത്രാൻ? ഇദ്ദേഹമാണോ നിങ്ങളുടെ മെത്രാൻ? ഈ മെത്രാന് വേണ്ടിയാണോ നിങ്ങൾ എനിക്കെതിരെ സംസാരിക്കാൻ വരുന്നത്? എന്ത് യോഗ്യതയാണ് വക്കീലെ താങ്കൾക്കുള്ളത് ദൈവശാസ്ത്രം പറയാൻ? ഏത് ചരിത്രമാണ് നിങ്ങൾ എന്നെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്?
താങ്കൾ പറഞ്ഞു മുഴുവൻ വസ്തുതാപരമായി തെറ്റാണ്. തെറ്റുകൾ, അബദ്ധങ്ങൾ, അതിന്റെ ഒരു ഘോഷയാത്ര, അതാണ് താങ്കളുടെ വോയിസ് ക്ലിപ്പ്. ഇത്തരത്തിലുള്ള വോയിസ് ക്ലിപ്പുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചുകൊണ്ട് എന്നെ ഡിഫൈൻ ചെയ്യാനാണെന്ന് നോക്കുന്നോ? ഞാൻ പരസ്യമായിട്ട് നിൽക്കുന്ന ആളാണ്. സഭയുടെ വിശ്വാസം അതാണ്, പിതാവിൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധ റൂഹ. അത് എതുവഴിയാ വരുന്നെന്ന് അറിയത്തില്ല. ഇതൊക്കെ ആരാ? ഇതുവല്ല കാര്യമാണോ? നമുക്കിങ്ങനെ കൂട്ടുകൂടി വട്ടം കൂടി പാട്ടൊക്കെ പാടി ഇങ്ങനെ പോവാം. കുഴപ്പമില്ലെന്ന് ഞാൻ കരുതാ. കുഴപ്പമില്ല, എന്തെങ്കിലും ആട്ടെ. ഞാൻ ഗ്രാനായ കമ്മ്യൂണിറ്റി ഒരു നല്ലൊരു വാണിജ്യ സമൂഹമായിട്ട് കണക്കാക്കുന്നുള്ളൂ. നല്ല സോഷ്യൽ സ്റ്റാറ്റസ് ഉള്ള, കേരളത്തിൽ ക്രിസ്ത്യ വിശ്വാസത്തിന് ഒത്തിരി സംഭാവന ചെയ്തൊരു കമ്മ്യൂണിറ്റി. നിങ്ങൾ അങ്ങനെ പോട്ടെ. പക്ഷെ തിയോളജി ഒന്നും പറഞ്ഞ് ഇങ്ങോട്ട് കയറി വരരുത് കേട്ടോ. ട്യൂഷൻ എടുക്കാൻ വരല്ലേ. അറേബ്യൻ മരുഭൂമിയിലോട്ട്, രാജസ്ഥാൻ മരുഭൂമിയിലോട്ട് ഓരോരോട് മണൽ കയറ്റി വിടാന്നാണ് സന്ദീപ് വക്കീൽ. അങ്ങനെ കാശുണ്ടാക്കാന്ന്. ഈ കച്ചവടം പഴച്ചു വക്കീലിന്റെ കച്ചവടം ഒന്നും വിജയിക്കുകയില്ല. അതുകൊണ്ട് വക്കീൽ ആദ്യം വക്കീലിന്റെ മെത്രാച്ചനെ പോയി ഉപദേശം പഠിപ്പിച്ചിട്ടും കാര്യമില്ല. ഞാൻ പിന്നെ പാത്രികീസ് സ്വാമിക്ക് ഒരു മെയിൽ അയച്ചു. ഈ സേവറിസ് മെത്രാച്ചന്റെ കുർബാനയിൽ പോയി കൂടുന്നത് ശരിയാണോ? ഞാനിങ്ങനെ അദ്ദേഹത്തിന് എനിക്കത് പാത്രികീസ് സ്വാമിയുടെ ഓഫീസിൽ മറുപടി ഇട്ടിട്ടുണ്ട്. എല്ലാ കൂതാശകളും ഇത് നിർത്തിവെക്കാൻ ഞാൻ അദ്ദേഹത്തോട് കൽപ്പിച്ചിട്ടുണ്ട്. അധ്യക്ഷൻ പറഞ്ഞാൽ പറഞ്ഞു. കോടതി പറയുമ്പോഴല്ലോ കുർബാന ചൊല്ലണ്ടേ? ഭരണഘടന. നിങ്ങൾ പോളിടെക്നിക് ഭരിച്ചു, ITC ഭരിച്ചു, അപ്പുറ സെമിനാരി നടത്തിക്കൂ. പക്ഷെ ആത്മീയ കാര്യങ്ങൾ ചെയ്യാനുള്ള, കൂതാശ ചെയ്യാനുള്ള അധികാരം പാത്രികീസ് സ്വാമി കൊടുത്തെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയാണ് ലക്ഷക്കണക്കിന് ജ്ഞാനാക്കാരും വിശ്വസിക്കുന്നതാണ് ഞാൻ കരുതുന്നത്. അങ്ങനെയാണെങ്കിൽ സേവറിസ് മെത്രാച്ചൻ കൂതാശകൾ ചെയ്യുവാൻ പാത്രികീസ് സ്വാമി വിലക്കിയിട്ടുള്ളതാണ്. അധികാരത്തിന് കീഴ്പ്പെട്ട മനുഷ്യനാണെങ്കിൽ ആ വിലക്കിനെ മാറ്റണം. എന്നിട്ട് വേണം കൂതാശകൾ പരികർമ്മം ചെയ്യാൻ. അല്ലാത്ത കൂതാശ പരികർമ്മം കൂതാശയാവില്ല, മിമിക്രി ആകത്തേ ഉള്ളൂ. മനസ്സിലായോ? ഒരു ബാലൻസ് ആണ് സിറിയൻ ഓർത്തഡോക്സ് ചർച്ചിന്റെ ട്രൂ ഫെയ്ത്ത്. ആ ട്രൂ ഫെയ്ത്ത് അപ്പോളിയൻ ആണ്. പല സിനോദോസിലെ ആദ്യത്തെ 3 സിനോദോസ്. താങ്കൾക്ക് നാണമില്ലടോ? എന്ത് ട്രൂ ഫെയ്ത്ത് ആണ് താങ്കളുടെ മെത്രാൻ അപ്ഹോൾഡ് ചെയ്യുന്നത്? ഇത് വേശ്യയുടെ ചാരിത്ര പ്രസംഗത്തെക്കാൾ ഹീനമാണല്ലോ വക്കീലെ. ട്രൂ ഫെയ്ത്ത് ആണത്രേ. എന്നിട്ട് ആ ട്രൂ ഫെയ്ത്തിന് ശുഭപീഠിക്കലിന് ട്യൂഷൻ എടുക്കാൻ വക്കീലെ. അതിനുശേഷം റോമൻ എഫേസോസിലെ കപ്പഡോക്യൻ. ഇനി ഇതിങ്ങനെ മെഴുകിക്കൊണ്ടിരിക്കും. ഇപ്പോഴും നമ്മൾ ക്ലിപ്പിന്റെ പകുതി ആയിട്ടുള്ളൂ. അപ്പൊ എന്റെ ഈ ലൈവിന്റെ ടൈം ഫ്രെയിം ഒക്കെ കഴിഞ്ഞു. 1 മണിക്കൂറാണ് സാധാരണ ഇവിടെ ലൈവ് ചെയ്യുന്നത്. ഇപ്പൊ തന്നെ 1:18 അതുകൊണ്ട് വക്കീലെ, ഞാൻ ഇവിടെ വക്കീലിനെ ഉപേക്ഷിക്കുകയാണ്. വക്കീലിനോടൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ. താങ്കളുടെ മെത്രാൻ എല്ലാ തരത്തിലും തെറ്റിപ്പോയ മെത്രാനാണ്. ഒന്ന്, ചർച്ച് ഡിസിപ്ലിന്റെ കാര്യത്തിൽ അദ്ദേഹം 0 പരാജയപ്പെട്ടു. പാത്രികീസ് സ്വാമി കൊടുത്ത ഡിസിപ്ലിനറി നോട്ടിനെതിരെ കോടതി പോയി. 2, ഡോക്ടറിന്റെ കാര്യത്തിൽ അദ്ദേഹം തെറ്റി. കാരണം അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞു പരിശുദ്ധാത്മാവ് ഇതുവഴിയാ വരുന്നോ ഒന്നും എനിക്കറിയത്തില്ല, അത് പിതാവിൽ നിന്നാണോ എന്നൊക്കെ ഏതോ ഒരുത്തൻ പറഞ്ഞു. അതൊക്കെ ചുമ്മാതെയാണ്. അത് നമ്മുടെ വിശ്വാസ പ്രമാണമാണ്, ബൈൻഡിങ് ആണ്. വക്കീൽ സമ്മതിക്കുന്നു? ബൈൻഡിങ് ആണോ? വിശ്വാസ പ്രമാണം ബൈൻഡിങ് ആണോ? ഞങ്ങൾ വിശ്വസിക്കുന്നു ധൂപ കാണിക്കുന്നത്. ധൂപം വീശിക്കൊണ്ടാണ് വിശ്വാസ പ്രമാണം ചൊല്ലുന്നത് എന്ന് പറഞ്ഞാൽ ഈ വിശ്വാസ പ്രമാണം വിശ്വസിക്കാത്തവൻ, ഹൃദയപൂർവ്വം വിശ്വസിക്കാത്തവൻ ഇറങ്ങിപ്പോന്ന എന്ന് പറഞ്ഞാൽ യാക്കോബായ സഭയുടെ, സുറിയാനി സഭയുടെ ധൂപക്കുറ്റിയിൽ ചിരട്ടക്കരി ഇട്ടിട്ട്, കുന്തിരിക്കം ഇട്ടിട്ട് അത് പുകയാൻ തുടങ്ങുമ്പോൾ ആ ധൂപക്കുറ്റിയിൽ നിന്ന് ഉയരുന്ന ധൂപം സേവറിയസ് മെത്രാച്ചനോട് മൗനമായി പറയുന്നു, ഗെറ്റ് ഔട്ട്, ഗെറ്റ് ഔട്ട്. ഇത് ഏറ്റുപറയാൻ തന്റെ ഇടമില്ലാത്ത ക്നാനായക്കാരെ, ഷെയിം ഓൺ യു, ഷെയിം ഓൺ യു. ക്നാനായ സഭയുടെ അധ്യക്ഷൻ പരിശുദ്ധ പാത്രികീസ് സ്വാമിയാണ്, അല്ല സേവറിയസ് അല്ല. ആ അധ്യക്ഷന്റെ വാക്കുകളാണ് നിങ്ങൾ കേൾക്കേണ്ടത്. നിങ്ങളുടെ സഭയുടെ അധ്യക്ഷൻ പാത്രികീസ് സ്വാമിയാണ്. എന്നാണ് നിങ്ങൾക്ക് ഇവിടെ ലോക്കൽ മെത്രാൻ ഉണ്ടായത്? ഇടവഴിക്ക് മെത്രാച്ചൻ വന്നു, പിന്നെ ക്ലീമിസ് മെത്രാച്ചൻ വന്നു, പിന്നെ ഈ മെത്രാച്ചൻ വന്നു. അത്രയല്ലേ ഉള്ളൂ. അതിനു മുമ്പ് നിങ്ങളില്ലായിരുന്നോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു നവീന സഭയാകും, പുരാതന സഭയാവില്ല. പൈതൃകമായി, പാരമ്പര്യമായി നിങ്ങൾക്ക് എന്നാ ഭരണഘടന ഉണ്ടായി? ഭരണഘടനയ്ക്ക് മുമ്പ് നിങ്ങൾ പാത്രികീസിന്റെ ചൊല്ലും വിളിയും കേട്ടല്ലേ നടന്നത്? ആ പാത്രികീസാണ് നിങ്ങളുടെ അധ്യക്ഷൻ, അല്ലാതെ ഈ സേവറിയസ് അല്ല. ഏതപ്പാ കോതമംഗലം ഏതുവഴി പരിശുദ്ധാത്മാ വരും, ഏതുവഴി പോകും ആർക്കറിയാം എന്ന് പറഞ്ഞ് ഡിസിപ്ലിൻ ഇല്ലാതെ, ഡോക്ടറിൻ ഇല്ലാതെ, തിയോളജിക്കൽ കൺവിക്ഷൻ ഇല്ലാതെ നടക്കുന്ന ഈ സേവറിയസ് മെത്രാച്ചനെതിരായിട്ടാണ് മലങ്കരയിൽ ഉയരുന്ന ഓരോ ധൂപവും ഉയരുന്നത്. ധൂപം ഉയർത്തുന്നത് എന്തിനാണെന്നറിയോ? ധൂപം ഉയർത്തുന്നത്, നിങ്ങൾ വിശ്വാസ പ്രമാണം ചൊല്ലുമ്പോൾ ധൂപം വീശുന്നത് എന്തിനാ? ഈ വിശ്വാസ പ്രമാണം വിശ്വസിക്കാതെ ഇറങ്ങിപ്പോടാന്നാണ് പറയുന്നത്. ധൂപം പറയുന്നത് ഇറങ്ങിപ്പോടാ, ഗെറ്റ് ഔട്ട് എന്നാണ് ധൂപം പറയുന്നത്. അല്ലെങ്കിൽ പരിശോധിക്കാം, വക്കീലിനും പരിശോധിക്കാം, ലോ പോയിന്റ് കൊണ്ടുപോവാ. പഴയ കാലത്തൊക്കെ ഈ പള്ളിയിൽ ഈ വിശ്വാസ പ്രമാണം ചൊല്ലുന്നവരെ പലരും കാണും. മനസ്സിലായോ? ഇതേറ്റു പറയാത്തവനൊക്കെ കാണും. അവരെല്ലാം പുറത്താക്കി പള്ളി അടച്ചിട്ടാ കുർബാന ചൊല്ലുന്നത്. പള്ളി അടക്കാൻ വേണ്ടിയാണ് ഈ പടിഞ്ഞാറ് വശത്തോട്ട് ശുശ്രൂഷകൻ വീശിക്കൊണ്ട് പോകുന്നത്. പഴയ കാലത്ത് അങ്ങനെയാ, വീശി 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 പടിഞ്ഞാറെ കഥ വന്നാൽ ഇത് വീശിയിട്ട് ഈ പടിഞ്ഞാറെ കഥ അടയ്ക്കും. പടിഞ്ഞാറെ കഥ അടച്ച് തഴുതിട്ടിട്ട് തിരിച്ചു വരുമ്പോൾ ഇടതുവശത്തും വലതുവശത്തുള്ള കഥകൾ അടച്ചടച്ച് വന്ന് പള്ളിക്കകം ക്ലീൻ, ഇനി കുർബാന തുടരാം എന്ന് പറഞ്ഞിട്ടാണ് ഈ ധൂപക്കുറ്റിയുടെ ഈ ചങ്ങല ഇങ്ങനെ വിലങ്ങനെ പിടിച്ച് സമാന്തരമായിട്ട് പറഞ്ഞാൽ ക്ലീൻ ആക്കി, ലെവലാക്കി എന്നുള്ള സംഗതി. കുർബാന ഉണ്ടെങ്കിൽ തിരുമേനി സംഗതി ഓക്കെ ആയിട്ടുണ്ടെന്ന്. ഇത് കുർബാനയെല്ലാം നിൽക്കുന്ന തിരുമേനി മേക്കോ നിൽക്കുക, അത് തിരുമേനിക്ക് വിശ്വാസമില്ല. എടാ, കുർബാനയെല്ലാം നിൽക്കുന്ന തിരുമേനിക്ക് വിശ്വാസ പ്രമാണത്തിൽ വിശ്വാസമില്ല. പരിശുദ്ധ റൂഹ പിതാവിൽ നിന്ന് പുറപ്പെടുന്നു എന്നുള്ള ക്ലോസിൽ സംശയമുണ്ട്, ഡിസ്പ്യൂട്ട് ഉണ്ടെന്ന്. സേവറിയസിന് ഡിസ്പ്യൂട്ട് ഉണ്ടെന്ന്. ഡിസ്പ്യൂട്ട് ഉള്ളവൻ, ഡോക്ട്രിനൽ എറർ ഉള്ളവൻ, ഡിസിപ്ലിൻ ഇല്ലാത്തവൻ.
അദ്ദേഹമാണോ നിങ്ങളുടെ മെത്രാൻ? ആ മെത്രാനെ വെച്ചാണോ നിങ്ങളൊരു സഭ സംഘടിപ്പിക്കാൻ മുന്നോട്ട് പോകാന്ന് പറയുന്നത്? ആ ഫാക്ഷനും വെച്ചിട്ട് അതാണ് എന്നോട് എതിരിടാൻ വേണ്ടി വരുന്നത്. വാട്ട് നോൺസെൻസ് വക്കീൽ. ഷെയിം ഓൺ യു, ഷെയിം ഓൺ യു ഓൾ കനാനൈറ്റ്സ്. കാരണം ഇത്ര മാത്രം ഗൗരവതരമായ ഒരു തെറ്റ് വരുത്തിയിരിക്കുന്ന ഒരു വ്യക്തിക്ക് സംരക്ഷിക്കുകയാണ്. എന്തിന്? ഒരു വ്യക്തിയെ സംരക്ഷിക്കാനാണ് ഒരു കമ്മ്യൂണിറ്റി മുഴുവൻ? ഒരു വ്യക്തിയുടെ സ്ഥാപിത താല്പര്യങ്ങൾ, സ്വാർത്ഥ താല്പര്യങ്ങൾ, അദ്ദേഹത്തിന്റെ കുപ്പായ സംരക്ഷിക്കാന്നുള്ളതാണോ ഒരു കമ്മ്യൂണിറ്റി? ആണോ? എനിക്കറിയത്തില്ല. ഞാനിതാ മരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാണ് ഒരാൾ മെത്രാനാവേണ്ടത്. പിന്നെ അദ്ദേഹത്തിന് ജീവന്റേതായ താല്പര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ഡിസിപ്ലിനറി ആക്ഷൻ വന്നാൽ അക്സെപ്റ്റ് ചെയ്യുക, അല്ലാതെ അതിനെതിരെ കോടതി പോവല്ല. എന്നിട്ട് കത്തോലിക്കരെ പ്രസാദിപ്പിക്കാൻ വേണ്ടി പരിശുദ്ധ റൂഹ ഏതുവഴിയൊക്കെ വരുന്നെന്ന് ആർക്കറിയാം എന്നൊക്കെ ഒരു ജഗദീഷ് ശ്രീകുമാറിന്റെ സ്റ്റൈലിൽ ഒരു പ്രസംഗം. അത് കഴിഞ്ഞ് മാസങ്ങൾ തികഞ്ഞില്ല, അതിനു മുമ്പ് ദൈവത്തിന്റെ അത്ഭുതം, മാർപ്പാപ്പ വന്നിച്ച് പറഞ്ഞു പിതാവിൽ നിന്ന് പുറപ്പെടുന്നു എന്നുള്ളതാണ് സത്യവിശ്വാസം. ഫിലിയോക്കെ ക്ലോസ് പിന്നീട് കൂട്ടിച്ചേർത്തതാണ്. പുരാതന വിശ്വാസം പരിശുദ്ധ റൂഹ പിതാവിൽ നിന്ന് പുറപ്പെടുന്നതാണ്. ആര് പറഞ്ഞു? റോമിലെ പോപ്പ് ലിയോ, ഇപ്പോഴത്തെ പോപ്പ്. അപ്പൊ ചിങ്ങനക്കത്തിരിക്കുന്ന കനാനാക്കാരുടെ നേതാവിന് സംശയം, ഇയാളാണോ സത്യവിശ്വാസത്തിന്റെ ഏജന്റ്? ഇയാളെയാണോ സന്ദീപ് വക്കീല് ഉയർത്തി കാണിക്കുന്നത്? ഇയാളുടെ കൂടെ നിൽക്കുന്ന സന്ദീപ് വക്കീലാണോ ശിവപീഡിയൊക്കെ എന്നെ ഉപദേശം പഠിപ്പിക്കാന്ന് പറയുന്നത്? എനിക്ക് പുസ്തകങ്ങൾ റെഫർ ചെയ്ത് തരുന്നത്, നോട്ട് എഴുതി തരാമെന്ന് പറയുന്നത്? ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല വക്കീലെ, താങ്കൾ ഇത്രയും ഒന്നും വാക്കുകളില്ല. കാരണം എന്ത് വാക്കുകൾ മനസ്സിൽ പൊങ്ങി വരുന്ന എല്ലാം പൊളിറ്റിക്കലി കറക്റ്റ് അല്ല. അതുകൊണ്ട് എല്ലാ വാക്കുകളെയും ഞാൻ അടക്കുകയാണ്. ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. അടുത്ത ആഴ്ച പാതി നോമ്പാണ്. പാതി നോമ്പ് കുരിശ് ഉയർത്തുമ്പോൾ സുറിയാനി സഭ ഓർക്കുന്ന ഒരു പിതാവ് അബ്ഗാർ രാജാവാണ്. അബ്ഗാർ രാജാവ് കറുത്തവനായിരുന്നു, അല്ല വെളുത്തവനല്ലായിരുന്നു, എടേസലുള്ളവനായിരുന്നു. എടേസലുള്ള കറുത്തവനായ അബ്ഗാർ രാജാവ്. എടേസൽ ഒന്നോരെല്ലാം വെളുത്തിരിക്കണമെന്ന് നിർബന്ധിക്കണ്ട. എടേസൽ ഒറിജിനൽ ആൾ കറുത്തായിരുന്നു. കറുത്ത രാജാവ് അദ്ദേഹത്തെ ഓർക്കുകയാണ്. അദ്ദേഹം കർത്താവായ യേശു ക്രിസ്തുവിന് കത്തെഴുതിയാണ്. അദ്ദേഹത്തിന്റെ കത്തിന് കർത്താവായ യേശു ക്രിസ്തു മറുപടി അയച്ചാണ്. കർത്താവായ യേശു ക്രിസ്തു സ്വന്തം കൈപ്പെടാൻ മറുപടി അയച്ച മറുപടി കത്ത് എഡേസയിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന സ്വന്തം കണ്ണാൽ കണ്ടു. നിക്കോദിമയിൽ നിന്ന് എഡേസ വരെ താൻ സഞ്ചരിച്ച് ആ കത്ത് കണ്ടു എന്ന് യൂസേബിയസ്, മുമ്പേ താങ്കളുടെ വോയിസ് ക്ലിപ്പിൽ പറഞ്ഞ യൂസേബിയസ് കണ്ടു ബോധ്യപ്പെട്ട് അതേ എഴുതിയിട്ടുണ്ട്. പിന്നീട് കുരിശുദ്ധ കാലത്ത് റോമൻ കത്തോലിക്കർ അതെല്ലാം നശിപ്പിച്ചു. പൗരസ്ത്യ സഭയുടെ മഹത്തായ പാരമ്പര്യങ്ങളും പ്രതീകങ്ങളും ചിഹ്നങ്ങളും എല്ലാം നശിപ്പിച്ചു. ഇന്ന് ഈ സഭയെ വിഴുങ്ങാൻ കത്തോലിക്ക സഭ സമഗ്രമായ പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നു. സുറിയാനി സഭയുടെ അവസാനത്തെ തരിപു ഇല്ലാതാക്കാനാണ് കത്തോലിക്കര് കരിസ്മാറ്റിക് പ്രസ്ഥാനം കൊണ്ടുവന്നത്. കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിലൂടെ സുറിയാനി സഭയിലെ ചില വൈദികരെയും ചില മെത്രാച്ചന്മാരെയും പോലും അവർ സ്വാധീനത്തിലാക്കി. സുറിയാനിക്കാരുടെ ഇടയിൽ കേട്ടുകേൾവിയില്ലാത്ത പല കാര്യങ്ങളും, വിശുദ്ധ കുർബാനയെ വണങ്ങുക, കോന്ത ചൊല്ലുക, ഇങ്ങനെയുള്ള കത്തോലിക്ക നടപടികൾ സഭയ്ക്കകത്ത്, പെന്തക്കോസുകാരുടെ കൈകൊട്ട ആർപ്പുവിളി, അലറല്, കാറല്, ഛർദില്, വിറയല്, ഇങ്ങനെയുള്ള കലാപരിപാടികൾ ഒക്കെ സഭയ്ക്കകത്ത് കൊണ്ടുവന്നു. അനേക സുറിയാനി അച്ഛന്മാര് ഇപ്പോ മൂന്നാം കട മന്ത്രവാദികളെ പോലെ നടക്കുകയാണ്. ഇടയ്ക്ക് നിൽക്കും അങ്ങനെ ഒരു പറയലാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഹീനമായിട്ട് ഈ സുറിയാനി സഭയുടെ വിശ്വാസം, പൈതൃകം, പാരമ്പര്യം ഇത് മുഴുവൻ മലങ്കരയിൽ നിന്ന് തുടച്ചു നീക്കി ഇതിനെ മുഴുവൻ കത്തോലിക്ക വൽക്കരിക്കുകയാണ്. ദൈവമേ നീ പരിശുദ്ധനാകുന്നു എന്നാണ് സുറിയാനിക്കാരൻ പറയേണ്ടത്, അല്ല അങ്ങ് പരിശുദ്ധനാകുന്നല്ല. ടാക്സാൽ എഴുതി വെച്ചിരിക്കുന്ന അങ്ങനെ നീ എന്നാണ്. അതിന് കത്തോലിക്കനാണ് ഇല്ലാത്ത ബഹുമാനം കൊടുത്ത് അങ്ങ് പരിശുദ്ധനാകുന്നു. അത് മാനുഷികമായ സൂപ്പർലേറ്റീവ് അല്ലെങ്കിൽ മാനുഷികമായ ബഹുമാന പദമാണ്, ദൈവത്തിന് യോജിക്കത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ നീ എന്ന് പറയുന്നത്. നീ എന്ന് പറയുമ്പോൾ അത് അതിബഹുമാനത്തിലാണ് വരുന്നത്. അത് ഏറ്റവും താഴെ ഉള്ളവനെ വിളിക്കുന്നതല്ല, അതൊരു സ്റ്റാൻഡർഡൈസ് ചെയ്തിരിക്കുന്നതാണ്. കാരണം താങ്കളെന്നോ അങ്ങെന്നോ ഒക്കെ വിളിക്കുമ്പോൾ അത് താരതമ്യമാണ്. താങ്കളെന്നോ അങ്ങെന്നോ വിളിക്കുമ്പോൾ താരതമ്യമാണ്, ഇയാളേക്കാൾ മെച്ചമാണ്. പക്ഷെ നീ എന്ന് വിളിക്കുന്ന അബ്സല്യൂട്ടാണ്. അതുകൊണ്ടാണ് നീ എന്ന് വിളിക്കുന്നത്. കാരണം ബഹുമാന പദങ്ങൾ, ദൈവത്തെ ബഹുമാനിക്കാൻ തക്ക ബഹുമാന പദങ്ങളോ പ്രയോഗങ്ങളോ ഭാഷയിൽ ലഭ്യമല്ലാത്തതുകൊണ്ടാണ് നീ എന്ന് തന്നെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ചില ആളുകൾ ദൈവമേ അങ്ങ് പരിശുദ്ധനാകുന്നു, ഇങ്ങനെ അത് കൃത്രിമത്വമാണ്, പിതാക്കന്മാരോടുള്ള അവഗണന. അതിന്റെ ആവശ്യമില്ല, നീ എന്ന് തന്നെ വിളിച്ചാൽ മതി. അതായത് കത്തോലിക്ക വൽക്കരണം നടത്തുകയാണ്. അങ്ങ് എന്ന് വിളി. എന്താണ് അങ്ങ്? ഏതങ്ങാണ്? ദൈവമേ നീ പരിശുദ്ധനാകുന്നു ആബ്സല്യൂട്ടാണ്. അതാണ് അതിന്റെ ശരിയായ രീതി. അതിൽ വലിയ ബഹുമാനം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ നാളുകളിൽ ആർക്കും അതിനകത്ത് അസ്വാഭാവികത തോന്നിയില്ല, അഭംഗി തോന്നിയില്ല. ഇപ്പൊ പുതുതായിട്ട് വന്നിരിക്കുന്ന ആളുകൾക്ക് ഇന്ന് എന്നോട് അച്ഛൻ വിളിച്ചു പറഞ്ഞു അങ്ങെന്ന് വേണം പറയാൻ, നീ എന്ന് പറയരുത്. എനിക്കറിയത്തില്ല എന്താണെന്ന്. അങ്ങനെയാണെങ്കിൽ സാറെന്ന് വിളിക്കാൻ ദൈവത്തെ. ദൈവം സാറേ നല്ല ബഹുമാനല്ലേ? നമ്മൾ DGP ഒക്കെ കാണുമ്പോൾ സാറേ എന്നല്ലേ വിളിക്കുന്നത്. അപ്പൊ ദൈവത്തെ കാണാൻ സാറേ, യേശുവെ സാറേ, സഹായിക്കണേ സാറേ. ഇനിയിപ്പോ അങ്ങനെയൊക്കെ വരുമായിരിക്കും. അപ്പൊ ഇതെല്ലാം കത്തോലിക്ക വൽക്കരണം. എന്തിനാണ്? സുറിയാനി സഭയുടെ തനിമ, മൗലികത, വ്യതിരിക്തത ഇതിനെ ഇല്ലായ്മ ചെയ്തുകൊണ്ട്, അത്തരത്തിലുള്ള മതിൽക്കെട്ടുകളെ ഇടിച്ചു തകർത്തിക്കൊണ്ട് കത്തോലിക്ക വെള്ളം ഇതിനകത്തോട്ട് കയറ്റി വിടുകയാണ്. ഈ കത്തോലിക്ക സഭ ഇതിനെ വിഴുങ്ങിക്കളയും. വിഴുങ്ങാൻ വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുമായി കഴിഞ്ഞു. ആ വിഴുങ്ങലിന് നമ്മൾ പരുവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ കനാനായ സഭയിൽ ഉരുളപൊട്ടലുണ്ടായിട്ടുള്ളത്.
ഈ യാക്കോബായ സഭയിൽ ഈ അപഭ്രംശങ്ങൾ ഉണ്ടാകുന്നത്. ഇത് എന്റെ ഒരു ശബ്ദം എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ട ഒരു വനരോധനമായിട്ട് മാത്രം കേട്ടാൽ മതി. അതുകൊണ്ടാണ് വനത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്ന് പറയുന്നത്. ഇത് ഒരു വൈൽഡ് കോളായിട്ട് നിങ്ങൾ കേൾക്കുക. വനരോധനം എന്നേ ഉള്ളൂ. അത് വ്യതിരകരണങ്ങളിൽ വീഴും, പ്രതികരണങ്ങളൊന്നും ഉണ്ടാവില്ല, പ്രയോജനവും ഉണ്ടാവില്ല. അതുകൊണ്ട് ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. നിങ്ങളുടെ പൈതൃകം, നിങ്ങളുടെ പാരമ്പര്യം, നിങ്ങളുടെ വ്യത്യസ്തത, നിങ്ങളുടെ വ്യതിരിക്തത, നിങ്ങളുടെ വ്യക്തിത്വം ഇത് മുഴുവൻ അപഹരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അവസാനത്തെ ഫൈനൽ ചാൻസ് അതാണ്. ആരുണ്ട് സുറിയാനി സഭയുടെ സത്യവിശ്വാസത്തെ ഹോൾഡ് ചെയ്യാൻ? നിങ്ങളുടെ പാരമ്പര്യത്തെ ഹോൾഡ് ചെയ്യാൻ, നിങ്ങളുടെ പിതാക്കന്മാർ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കാൻ. നിങ്ങളുടെ പിതാക്കന്മാർ കുർബാനയല്ലോ അല്ല കുർബാനയല്ല. ഞങ്ങളുടെ കത്തോലിക്കൽ അവിടെ എന്ന് വെച്ച് 980 കെട്ടിക്കുട്ടിയ സിനിമാ പാട്ടിന് ട്യൂണിലുണ്ടാക്കിയ കുർബാനയ്ക്കകത്ത് അങ്ങ് പൊങ്ങ് എന്നൊക്കെ പറയുന്നത് നീ പൊങ്ങണ്ട, നീ എന്തിനാ അങ്ങെന്ന് പറയുന്നത്, നിനക്കുള്ള കുർബാന നീ ചൊല്ല്, ഇതുവല്ല പറ്റുമോ? ഇല്ല. അതിനിടെ വിശ്വാസ പ്രമാണം ചൊല്ലി തൂവക്കുറ്റി വീശി അവിശ്വാസികളെ ബഹിഷ്കരിക്കുന്ന പരിപാടി ഉള്ളപ്പോൾ കുപ്പായിട്ടും അതുമായി നിൽക്കുന്ന പറയും എനിക്ക് ഇതിനകത്ത് വിശ്വാസം ഇല്ല, ഇതൊക്കെ ആർക്കറിയാവുന്നു. ഇപ്പൊ തൂവക്കുറ്റി കറക്കി അവന്റെ തലക്കെട്ടടിച്ച് അവനെ ഇറക്കി വിടണ്ടേ? അങ്ങനെ ചെയ്താൽ ക്രാനാക്കാൻ രക്ഷപ്പെടും. അതല്ല ശരി, ഞാൻ പറഞ്ഞു തെറ്റാണ്, നിങ്ങൾക്ക് എന്നെ തിരുത്താം. ക്ഷമ പറയാൻ തയ്യാറാണ്. നാളത്തെ ലൈവ് വന്ന് ദൈവം ആയുസ്സും ആരോഗ്യം തരുന്നെങ്കിൽ കൂപ്പുകൈകളോടെ എന്റെ പിഴ എന്റെ ഏറ്റവും വലിയ പിഴ എന്ന് പറയാൻ ഞാൻ തയ്യാറാണ്. ഇതിനകത്ത് ഏതെങ്കിലും തെറ്റാണെന്ന് പറഞ്ഞു. അപ്പോൾ വിശ്വാസ പ്രമാണം അറിയാൻ വരാത്ത താങ്കളുടെ മെത്രാനെ പോയി പഠിപ്പിക്കാൻ, എന്നെ പഠിപ്പിക്കാൻ വരണ്ട കേട്ടോ വക്കീലേ.